ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു വറുത്തരച്ച ഉള്ളിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് 3 സവോള കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് വഴണ്ട് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. പെപ്പർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി നല്ല ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിത് ഒരു പാന് വെച്ചിട്ടുണ്ട്. ആ പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ അരമുറി തേങ്ങയും ഒരു വേപ്പിലയും ഒരു ചെറിയുള്ളിയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് പെരിഞ്ചീരകവും ചേർത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്ന സമയം നമുക്കിത് അരച്ചെടുക്കാം. ഈ അരച്ച അരപ്പ് നമുക്ക് ഈ ഉള്ളിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ.